ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സിന്ധു മാമസിന്റെ ഹാപ്പി വീഡിയോ എല്ലാവർക്കും സ്വാഗതം. ഹാപ്പി വീഡിയോ എന്ന് വെച്ചാൽ സാർ ഇവിടെ മടുത്തു കുത്തിയിരിക്കുകയാണ്. ഞാൻ ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. എന്നാ ചോദിച്ചാൽ ഇപ്പൊ സിന്ധു സുഖമില്ലാതെ ആയിട്ട് ഇപ്പം ഒരു മാസത്തിന് മുകളിലായി. അപ്പം ഞാൻ എല്ലാ ദിവസവും കടയിൽ പോകുന്ന ഒരാളല്ലേ. കടയിൽ പോകുമ്പം കടയിൽ പോകാതിരിക്കാൻ നമുക്ക് പറ്റിയില്ല. ഇപ്പം ഒരാഴ്ച 2 ദിവസം 3 ദിവസം ലീവ് എടുത്താലേ എനിക്ക് പറ്റുള്ളൂ. കാര്യങ്ങൾ പണിയെല്ലാം തീർക്കണം, പിന്നെ തുണി ഇറക്കണം, പിന്നെ തുളയ്ക്കണം, അങ്ങനെ കച്ചറ പരിപാടിയെല്ലാം ഉണ്ട്. അപ്പം നമ്മളിതൊന്നും അറിയുന്നില്ലായിരുന്നു നമ്മൾ പോകുമ്പോഴേ. അപ്പോൾ ഇവർ പെണ്ണുങ്ങൾ, ഒരു വീട്ടിലെ പെണ്ണുങ്ങൾ, അമ്മയാണെങ്കിലും ഭാര്യയാണെങ്കിലും പെങ്ങളാണെങ്കിലും അവർ നമ്മൾ വരുമ്പോഴേ നമുക്ക് 3 മേശ ചോറ് കൊണ്ട് വെക്കുക, നമ്മൾ കഴിക്കുക. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടൊന്നും നമ്മൾ അറിയുന്നില്ല. തുണി അലക്കണം അറിയുന്നില്ല, കറി വെക്കുന്ന അറിയുന്നില്ല. പിന്നെ 3-4 കൂട്ടം കറി കാണണം. അന്നേരം ചേർക്ക് ഇത് തന്നെ ഉണ്ടാക്കിയത് മറ്റേ അത് ഉച്ചയും കൂടി ചെയ്യാൻ വയ്യായിരുന്നു എന്നൊക്കെ ഞാനും ചോദിച്ചുകൊണ്ടിരുന്നില്ല. അപ്പോൾ ഇത് ഒക്കെ മനസ്സിലാക്കിയത് ഞാൻ നേരത്തെ എല്ലാം ചെയ്ത് കൊടുക്കുമായിരുന്നു കേട്ടോ. ഇപ്പം അങ്ങനെയല്ല. ഞാൻ ഇപ്പം ഈ ഒരു 10-30 ദിവസമായിട്ട് കംപ്ലീറ്റ് പാചകം ഞാനാണ്. അപ്പം ക്ലീനിങ് അലക്ക് വിറക്ക് ക്ലീനിങ് തന്നെ. ക്ലീനിങ് നല്ലൊരു പണിയാണ്. ഫുഡ് കുമരിച്ച് കുറച്ച് ദിവസം കൊണ്ട് തന്നു. പിന്നെ ഞാൻ തന്നെ അതെന്നാന്നറിയോ, എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ വന്നാത്ത കാര്യം താഴെ വിട്ട് മൊത്തത്തിന് തെറിച്ചെടുക്കാൻ നമ്മളിവിടെ തെറ്റല്ല. ഈ മഴയായിട്ടില്ലേ. അപ്പൊ ഈ മഴയത്ത് അത് രണ്ടിടത്തോട്ടും കൂടെ കൊണ്ടൊരു വലിയ പാടാണേ. അതിനല്ല ഈരെല്ലാം കുമാരിച്ചിരിക്കുന്ന നടുവിന് വേനയാണ് വയ്യ. അപ്പൊ ഞാൻ പറഞ്ഞു കുമാരിച്ചി നീ കൊണ്ടുവരണ്ട, കുമാരിച്ചി നാഴി അരി ചേട്ടായി ഇട്ട് തിളപ്പിച്ചോളൂ. ഞാൻ രാവിലെ എടുത്ത് റൈസ് കുക്കറിനകത്ത് റെഡിയാക്കി വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ. വിശാല അരി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കും, വൈകിട്ട് അവൾ കഴിക്കുകയില്ല. വൈകിട്ടാവും എനിക്ക് വന്ന് ഞാൻ എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ 2-3 കൂട്ടം കറി വേണം. അങ്ങനെ വലിയ നിർബന്ധമൊന്നുമല്ല. എങ്കിലും ഒരു തോരനും ഒരു എന്തെങ്കിലും ഒരു കറി. ഇപ്പൊ അങ്ങനെ വലിയ നിർബന്ധം കറിയോട് വലിയ ഇതില്ല. കാരണം എനിക്ക് എന്തെങ്കിലും വേണം ഇച്ചിരി. എന്നാലും ഞാൻ ചെയ്യുന്ന സമയത്ത് അല്ലേ ഒരു 2-3 കൂട്ടം കറി തന്നെ, ഏറ്റവും കുറഞ്ഞ ഒരു 3 കൂട്ടം കറി മുളകാളിൽ ഇടിച്ചു വെച്ചാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കറിയും കൊണ്ടൊക്കെ ഞങ്ങൾ തൃപ്തരാണ്. കുഴപ്പമൊന്നുമില്ല. കാരണം ചേട്ടാ ഈ കടയിലത്തെ പണിയും ചെയ്യണം, പിന്നെ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ പണികൾ ചെയ്യുമ്പോഴത്തേനും ശരിക്കും മടുക്കും കേട്ടോ. എനിക്ക് പാവമൊക്കെ തോന്നുന്നുണ്ട്. രാവിലെ തുടങ്ങിയ പരിപാടി ഇപ്പം റെസ്റ്റ് ഇല്ല. എന്നിട്ട് നേരത്തെ കണ്ണം പിടിച്ചു കടയിൽ ചെല്ലണം. അവന് അത്യാവശ്യമായിട്ട് കൊച്ചിന് സുഖമില്ലാത്തതുകൊണ്ട് അവന് പോകണം. അവൻ്റെ കാര്യങ്ങൾ നോക്കണ്ടേ. അപ്പം നമ്മൾ ഇനിയിപ്പോൾ ഉടനെ 3 മണിയാകുമ്പം ഞാൻ പറഞ്ഞു ഞാൻ ചോറിട്ട് എപ്പോഴാണ് പോകുന്നത് ചോദിച്ചു. 3 മണി 3-3:30 ആകുമ്പോൾ പോകാം എന്നാണ് വിചാരിക്കും. ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് പോകുമ്പോൾ ഞാൻ വന്നേക്കാം. ഇനിയിപ്പോൾ അവിടെ പോകണം, കടയിൽ പോകണം. കടയിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു മാമൻ വന്നു കഴിഞ്ഞാലേ പോകത്തുള്ളൂ. ഞാൻ പറഞ്ഞു നീ പൊക്കോ, ധൈര്യമായിട്ട് പോകും. ഞാൻ വന്നേക്കാന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ഇരിക്കുന്ന കാര്യങ്ങൾ. അപ്പം നമ്മൾ ഈ പറഞ്ഞു വന്ന എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ പെണ്ണുങ്ങൾ മാത്രം ജോലി ചെയ്യാൻ അങ്ങനെ ഒരു ശീലം ഉണ്ടാക്കരുത്. നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു ക്ലാസ് കിട്ടണോ നമ്മളന്ന് കഴി വെക്കണം. ഞാനങ്ങനെ ചെയ്യുന്നു കേട്ടോ. പണ്ടോട്ട് അങ്ങനെ ഞങ്ങൾ 3 പേരുണ്ടല്ലോ ഉണ്ടെങ്കിൽ നമ്മൾ വെച്ചിട്ട് പോകത്തേ ഉള്ളൂ. പിന്നെ വില്ലേജ് എല്ലാം നല്ല സൂപ്പറായിട്ട് അമ്മയും സൂപ്പറായിട്ട് ചെയ്യും. പാചകത്തിനകത്ത് അമ്മയും വില്ലേജും കഴിഞ്ഞിട്ടുള്ളൂ. ഞങ്ങൾക്ക് പണ്ട് കടയാണ്, ഞാൻ നേരത്തെ ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ചായക്കടയൊക്കെ ആയിരുന്നു, ഹോട്ടലായിരുന്നു, ഊണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം ഒറ്റയ്ക്ക് ചെയ്തുള്ള പരിപാടിയായിരുന്നു. അന്ന് ഇതുപോലെ ഗ്യാസോ ഇതൊന്നുമില്ല, വിറക്. പിന്നെ അരകല്ലായിട്ട് അരയ്ക്കാണ്ട് അമ്മയ്ക്ക് പൊക്കമില്ലാത്ത അമ്മ ഒരു കൊരണ്ടിയിട്ട് കയറിയിരുന്നാണ് അരയ്ക്കുന്നത്. അതൊക്കെ അന്നത്തെ തീരുന്ന ഭയങ്കര രുചിയുള്ളതായിരുന്നു. ഞങ്ങളുടെ ഇവിടുത്തെ സ്റ്റാഫെല്ലാം ഞങ്ങളുടെ വീട്ടിൽ ചോറിനോട്ടിരുന്നത്. നല്ല കറിയും നല്ല കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് വെള്ളിയാഴ്ചയൊക്കെ മാറി അമ്മ വെള്ളിയാഴ്ച എടുത്തിട്ട് വന്നു. അങ്ങനെയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ 2 തന്നെയായി. അപ്പം രാവിലെ ഞങ്ങൾക്ക് 2 പേർക്കും കടയിൽ പോകണം. ആ സമയത്ത് ഞാൻ പറയാണ്ട് തന്നെ ചേട്ടായി ഓരോ കാര്യങ്ങൾ ചെയ്ത് അങ്ങനെ ഞങ്ങൾ 2 ആയി. പിന്നെ ഞാൻ ഗൾഫിന് പോയ ടൈമിൽ തന്നെയായി. മകന്റെ കാര്യം ഫുള്ള് ചെയ്യും. അതിനിടയ്ക്ക് 3-4 പേർക്ക് ഫുഡ് കൊടുക്കും, ചോറ് കൊടുക്കുമായിരുന്നു. എനിക്കിപ്പോ അത് കണ്ടിട്ട് അത്ഭുതം തോന്നുക. ഇവനെ എഴുന്നേക്കുന്ന 11 മണിക്കൊക്കെ എഴുന്നേക്കത്തുള്ളൂ. അപ്പോൾ ഇവന് ജിമ്മിലും ഇതൊക്കെ പോകുന്നതുകൊണ്ട് ഈ കോഴിയെ പുഴുങ്ങി വെക്കണം. അങ്ങനെ പുഴുങ്ങി എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഞാൻ പോകും. എനിക്കൊരു 9:30 ആകുമ്പോൾ പോയി കഴിഞ്ഞാൽ ഞാൻ എപ്പോഴാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ വെളുപ്പിന് 2 മണിയായിരിക്കും, ചിലപ്പോൾ 1 മണിയായിരിക്കും. സഞ്ചാരനോ കൂടെ ഒരു പ്രാവശ്യം വരുമ്പോഴേ ചേട്ടായി അലക്കുവാന്ന് പറഞ്ഞു, ജീൻസും കാര്യങ്ങളും എല്ലാം ഇവ കിടന്ന് ഇറങ്ങുവാന്ന് പറഞ്ഞു. എന്നിട്ട് അവരെ വിളിച്ച് സഞ്ചാരന്റെ മഴക്കൊക്കെ പറഞ്ഞത് ഇനി പപ്പായെ കൊണ്ട് ചെയ്തോണോന്നൊക്കെ. പിന്നെ അപ്പൊ കുറച്ചൊക്കെ ചെയ്യുമായിരുന്നു തോന്നും. എന്നാലും കുറേ അലക്കല്ലേ നമുക്ക്. അലക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര അലക്കാണ്. മെഷീനിലല്ലോ, അതും ജീൻസും പാന്റും ജിമ്മിലിടുന്നതൊക്കെ ഭയങ്കര പാടല്ലേ. പണിയാൻ ചേട്ടാ ഇടുന്നോ അതും പാടല്ലേ. ഞാനേ ഈ കോഴി എടുക്കാൻ പോകുന്നതും കൊളുന്തെടുക്കാൻ കൊളുന്ത് ചുവക്കാൻ പോകുന്നതും
ഈ അട്ട കടിക്കുന്നതിൻ്റെ ചോരയും അട്ടയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വൈകിട്ട് വരുമ്പം അട്ട എവിടെയൊക്കെ ഇരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. മാതാവേ അങ്ങനെയെല്ലാം കുറെ നാൾ അങ്ങനെയെല്ലാം കഷ്ടപ്പെട്ടു, ഒരുപാട് കഷ്ടപ്പെടും. പക്ഷെ അതിനോടൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു 4-5 വർഷമായിട്ട് ഈ പറയണ്ട അടുക്കളക്കകത്ത് കയറ്റി ഒരു പരിപാടിയും കാര്യങ്ങളും ഒന്നും ചെയ്യുന്നില്ല. മൊബൈൽ നോക്കും, മൊബൈൽ നോക്കിയിട്ട് അവിടെ കിടക്കും. ഒരു സമയം ആകുമ്പോഴത്തേനും ഇവർക്ക് കഷായം ഉണ്ടാകും. അതിപ്പോഴല്ലേ എണീറ്റ് കുളിക്കും പോകും അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പൊ ഒരു 4:30 ഞാൻ നോക്കിയിട്ട് എണീക്കുന്നുണ്ട്. 4:30 എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ കടുങ്ങാപ്പിട്ട് കുടിച്ച്, പിന്നെ എനിക്ക് കഷായം ഉണ്ടാക്കി, പിന്നെ കടുക് വെള്ളം ചൂടാക്കി ചൂട് വെച്ച്, പിന്നെ ആവി വലിപ്പിച്ച്, പിന്നെ കുളിക്കാനുള്ള വെള്ളം എല്ലാം സെറ്റാക്കി തന്ന്, അങ്ങനെ ഒരു 7:30 വരെ ചേട്ടായിക്ക് നല്ല പിന്നെ കാപ്പി ഉണ്ടാക്കി തന്ന് കാപ്പി ഉണ്ടാക്കി തന്ന് അങ്ങനെ നല്ല തകർപ്പ് പരിപാടി. പക്ഷെ ഇന്നേ 2-3 പ്രാവശ്യം മുറ്റത്തൊക്കെ ഇറങ്ങിപ്പോട്ടു മുറ്റം തൂത്തിട്ട് വരുമ്പോഴത്തേനും മടുത്തു പോവാ. അതിനെ അലക്കിട്ട് വന്നപ്പോ മടുത്തു പോവാ, എല്ലാം ചെയ്തിട്ട് വരുമ്പോ മടുത്തു പോവാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചേ, അല്ല അതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഇന്നത്തെ നമ്മുടെ ആരോഗ്യത്തിന്റെ സ്ഥിതി വളരെ മോശമല്ലേ. ഈ ശ്വാസം മുട്ടല് ഇപ്പൊ സ്റ്റെപ്പ് കയറുമ്പോ ശ്വാസം മുട്ടലുണ്ടാകും. അത് ശരിയാട്ടോ. അപ്പൊ ഞാൻ ഇന്ന് ചോദിച്ചേ, നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ പൊടിയൊന്നും നമുക്ക് പറ്റിയ പരിപാടിയല്ല, എങ്കിലും പിന്നെ അങ്ങ് ചെയ്യുക. ശരിയാട്ടോ. അതാണ് പ്രശ്നങ്ങൾ. തൂത്തുവാരിലും പൊടി ശ്വാസം മുട്ടലുള്ളവർക്ക് ഭയങ്കര പാടാ. അതെനിക്ക് ഈ മുക്കുമൂല എല്ലാം ഞാൻ ക്ലിയർ ആയിട്ട് തൂക്കണം. എനിക്കത് ഒരു നിർബന്ധ കാര്യമാണ്. എല്ലാം വലിച്ച് വാരിയിട്ട് ഇങ്ങോട്ടെല്ലാം മാറ്റി ഇതെല്ലാം ഈ ഡൈനിങ് ടേബിൾ എല്ലാം മാറ്റി എല്ലാം ക്ലിയർ ആയിട്ട് ഞാൻ തൂക്കത്തുള്ളൂ. എന്നിട്ട് ഇന്നിപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇതെല്ലാം ചെയ്തു വെച്ചോണ്ടിരുന്നപ്പോൾ വല്ല പാടും അറിയുന്നുണ്ടായിരുന്നു പറഞ്ഞപ്പോൾ പറയാ ശരിയാടി. ഓരോ വീട്ടിലും നീ മാത്രമൊന്നല്ല, ഓരോ വീട്ടിലും ഓരോ അമ്മമാരും ഭാര്യമാരും ജോലി അവരോട് ആരോടും പറയുന്നില്ല. അവരെ പരിഭവോ ഒന്നുമില്ല, അവരുടെ കഷ്ടപ്പാടോ അവരാരോടും പറയുന്നില്ല. വരുന്ന മക്കൾക്ക് ആണെങ്കിലും കെട്ടിയാണെങ്കിലും ഉണ്ടാക്കി കൊടുക്കുന്നു, നേരം എടുത്തെഴുന്നേക്കുന്നു, വീണ്ടും ചെയ്യുന്നു. ചില ആണുങ്ങളാണ് ശരിക്കും ഒരു വേലക്കാരത്തിന് മതിയാ. പെണ്ണ് കെട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും പിന്നെ അവരുടെ അടുക്കളപ്പണിക്കാരി അങ്ങനെയുള്ള എനിക്ക് ഇഷ്ടം പോലെ പേരെ അറിയാം. പക്ഷെ ചേട്ടായി നേരം മറിച്ച് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ വലിയേച്ചി അമ്മയൊക്കെ പോയി മാറിയതിന് ശേഷം ചേട്ടാ എന്നെ എല്ലാ കാര്യത്തിനും ഹെൽപ്പ് ചെയ്യായിരുന്നു. പക്ഷെ ഞാനും ഇപ്പൊ ഈ ഒരിടയിൽ ഒരു 5-6-7 വർഷമായിട്ട് അങ്ങനെ അടുക്കള കയറി വീഡിയോയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഇച്ചിരി പന്നിയോ അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നതല്ലാണ്ട്. പിന്നെ നമ്മളവിടെ നിൽക്കുമ്പോൾ എനിക്ക് പരിപാടി എന്ന് വെച്ചാൽ ഞാൻ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് ചായക്കടയൊക്കെ ഉണ്ടല്ലോ, 4 മണിക്ക് എഴുന്നേറ്റ് 4 മണിക്ക് എഴുന്നേറ്റ് പൊറോട്ട കഴിക്കണം. പൊറോട്ട കഴിച്ച് എല്ലാം ചുട്ടെടുത്ത് റെഡിയാക്കി വരുമ്പോൾ 6-6:30 ആകും. 6:30 ആകുമ്പോൾ ആൾക്കാർ വരുമ്പോൾ പിന്നെ കറി ഉണ്ടാക്കി, അമ്മ കറി ഉണ്ടാക്കും. പിന്നെ ചായ വെള്ളം വെക്കണം. അന്നെല്ലാം വിറകല്ലേ, പച്ചവിറക് ഊതി മുഖമൊക്കെ ഒരു പരുവാകും. ഈ പച്ചവിറകാണ് കഴിക്കാൻ, ഇതുപോലെ ഒന്നുമില്ലല്ലോ, കത്തത്തില്ലേ ഈ മഴയത്ത്. എന്നാ ചെയ്യാൻ ഭയങ്കര കഷ്ടപ്പാടെന്ന് ഭയങ്കര കഷ്ടപ്പാടാണ്. അങ്ങനെ ഒക്കെ ചെയ്ത് പഠിച്ചവനെ. അതുകൊണ്ട് എനിക്ക് ജോലി നേരത്തെ വലിയ പ്രശ്നം. ഇപ്പം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമുക്ക് കൂടുതലും മടുപ്പ് തോന്നുന്നത്. യാത്ര എനിക്ക് പറ്റത്തില്ല. യാത്ര എന്നൊക്കെ പറഞ്ഞാൽ വലിയ പാടാണ്. അല്ലെ ഞാനിപ്പം ഇന്നലെ വന്ന സുഖിൻ്റെ അടുത്ത് 2-3 പ്രാവശ്യം കൃപാസനത്തിലൊക്കെ പോകേണ്ട സമയം കഴിഞ്ഞു. സത്യം. ഇനിയിപ്പോ ഈ വയ്യാഴിക മാറി ഫസ്റ്റ് യാത്ര അങ്ങോട്ട് ആയിരിക്കണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എങ്ങനെയാണെങ്കിലും പെട്ടെന്ന് ഇതൊന്ന് മാറി കിട്ടി കഴിഞ്ഞിട്ട് ഏറ്റവും ആദ്യം മാതാവിന്റെ അടുത്ത് പോകണം, അനിയന്റെ അടുത്തും പോകണം അങ്ങനെ വിചാരിച്ചിട്ടൊക്കെ ഇരിക്കുക. അപ്പൊ ഇതിപ്പം ഇത്രയും പറയുന്നതിന്റെ കാര്യം എന്നാണെന്നറിയോ, നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് വരുമ്പോൾ അടുപ്പെ പോലെ ആക്കരുത്, വേലക്കാരത്തിയെ പോലെ ആക്കരുത്. നമ്മുടെ ശരീരം എങ്ങനെയാണോ അതേപോലെ അവളെ സ്നേഹിക്കുക അല്ലേ ഡൈ. ഇപ്പൊ എന്നോട് പറഞ്ഞു തന്ന കാര്യങ്ങളാ ഇതൊക്കെ കേട്ടോ. അങ്ങനെ ആയിരിക്കണം ശരിക്കും എന്നൊക്കെ. ഓരോ കുടുംബത്തിൽ കിടന്ന് എന്തേലും കഷ്ടപ്പെടുന്നു. ചില പെണ്ണുങ്ങൾ കാണത്തില്ലേ പണിയാൻ പോയിട്ട് വന്നിട്ട് കൂടെ വീട്ടിൽ ഒരുത്തെ സർവണി ചെയ്യണം. ഞാനുണ്ട്, വലിയേച്ചിയുണ്ട്, എൻ്റെ അനിയനുണ്ട്, എൻ്റെ അമ്മയുണ്ട്, എൻ്റെ പെങ്ങളുടെ മകൻ കുഞ്ഞാളെ അവൻ പൊറോട്ടയൊക്കെ അടിക്കുമായിരുന്നു കേട്ടോ, അവൻ സഹായിക്കുമായിരുന്നു. ഇത്രയും പേരുണ്ടായാലും ജോലി തീരത്തില്ല. കാരണം 11 മണിക്ക് 12 ആകുമ്പോൾ പരിപ്പരയ്ക്കാൻ തുടങ്ങിയ ഒരു 1:30 ആകുമ്പോൾ പരിപ്പരച്ച് തീരും. പരിപ്പോടേക്കുള്ള പരിപ്പ് എന്നാൽ പിന്നെ ഉഴുന്നുവട ഉണ്ടാക്കത്തില്ല. ഞാൻ വലിയ പാടാണ്. ഗ്രൈൻഡറൊന്നും ഇല്ലല്ലോ, ഈ ആട്ടല്ലേ. ആട്ടി ഉണ്ടാക്കി പരിപ്പോട റെഡിയാകുമ്പോഴത്തേന് ബോണ്ട റെഡിയാകുമ്പോൾ കഴിഞ്ഞ് പരിപ്പോട എത്തണം, അല്ലെങ്കിൽ ബോണ്ടാക്കി ഈ എരിവ് വരും. അങ്ങനെ ഓരോ കാര്യം രാവിലെ അപ്പം, ദോശ, ഇടിയപ്പം ഇതെല്ലാം ഉണ്ടാക്കും. ഇതെല്ലാം ഞെക്കി പിടിഞ്ഞിട്ടൊക്കെ ഉണ്ടാക്കണ്ടേ, ഭയങ്കര പരിപാടി. പിന്നെ എൻ്റെ ഒരു ചെറിയൊരു വൃത്തികൾ ഞാൻ കാണിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കിഴങ്ങ് കറി, കടലക്കറി ഉണ്ട്. അപ്പോൾ ഈ 2 അപ്പം മേടിക്കുമ്പോൾ ചാറ് മാത്രം മതി. കിഴങ്ങ് നമ്മൾ ഇവിടെ കൊണ്ട കൊടുക്കാനാണ്, നല്ല സൂപ്പറും മപ്പാസാണ്. അപ്പം ഞാൻ തീരുമ്പോഴത്തേന് എന്നാ ചെയ്യുന്നറിയോ, ഇച്ചിരി ചൂടോടും ശകലം ഉപ്പും ശകലം പാലും കൂടെ ഒഴിക്കും. പാലും കൂടെ ഒഴിച്ച് എന്നെ ചെയ്യാൻ ഇത് കൊടുക്കണ്ട എല്ലാവർക്കും. അങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്.
പക്ഷെ ഇപ്പോഴും മറ്റേ ഓഫീസിലെ സാറുമാരൊക്കെ ഇപ്പോഴും ഇടയ്ക്ക് വല്ല ചില സാറുമാരൊക്കെ നമ്മളെ എപ്പോഴും എല്ലാവരും വിളിയുണ്ട്, ഫോൺ വിളിയുണ്ട്, കോണ്ടാക്ട് ഉണ്ട്. അല്ലാണ്ട് ഇവിടെ വരും ചില സാറുമാരൊക്കെ. അപ്പൊ അവര് പറയും സരോവയുടെ അത് ബോണ്ട, സരോവയുടെ ബിഗറി, സരോവയുടെ കിഴങ്ങേറി എന്നൊക്കെ പറയും കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു എന്ന് പറയും. അങ്ങനെ അന്നത്തെ കേക്കെന്നൊക്കെ പറഞ്ഞ് നമ്മളൊന്ന് വെട്ട് കേക്കെന്ന് പറഞ്ഞ് കേക്ക് ഉണ്ടാക്കാം, പൂക്കേക്ക് ഉണ്ടാക്കാം. അന്നത്തെ 1 കിലോ മാവിന് 4 താറാമുട്ട മസ്റ്റായിട്ട് ചേർന്നിരിക്കും. അതുപോലെ അന്നത്തെ പൊറോട്ടയ്ക്കകത്തും ഇത് തന്നെ മുട്ടയും പാലും ചേരുമായിരുന്നു. അന്നൊക്കെ പൊറോട്ട പൂവ് പോലെ ഇരിക്കുന്ന പൊറോട്ട, ഒരെണ്ണം കഴിച്ചാൽ 3 കൂടെ കഴിക്കും. അങ്ങനത്തെ പൊറോട്ട അന്ന് വലിയ കംപ്ലൈൻറ്റ് വന്നു. ഇന്നിപ്പം റബ്ബർ പാൽ പോലെ അങ്ങോട്ട് വെച്ച് കൊടുക്കുമല്ലേ. ഒരു 2 തിന്നിട്ടുണ്ടെങ്കിൽ 4 ദിവസത്തേക്ക് പിന്നെ ഒന്നും വേണ്ട. അങ്ങനത്തെ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ മാവും. എല്ലാം എല്ലാം പറഞ്ഞിട്ട് കാര്യമില്ല. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, എല്ലാം നല്ല സാധനങ്ങളായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. അന്ന് കടലെണ്ണയ്ക്കകത്താണ് ഞങ്ങൾ കടിയിട്ടുകൊണ്ടിരുന്നത്, ബോണ്ടയൊക്കെ ഇട്ടുകൊണ്ടിരുന്നത്. കടലെണ്ണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് ഈ പതയ്ക്കും ഈ സാധനം. ചിലപ്പം ചില എണ്ണ പതച്ചിങ്ങനെ പൊങ്ങി വന്നു കഴിഞ്ഞാൽ തീ പിടിക്കും. അതിനെന്നാ ചോദിച്ചു കഴിഞ്ഞാൽ പിഴുപുളി ഇങ്ങനെ ചെറുതായിട്ട് ഉരുട്ടേക്കും. എണ്ണ പൊങ്ങത്തില്ല കേട്ടോ. എണ്ണ തിളച്ച് പൊങ്ങുന്നെങ്കിൽ നമ്മളൊരു ശകലം പിഴുപുളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാമ്പാർ ചേർക്കുന്ന പുളി ശകലം ഉരുട്ടി അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ പോണ്ടായാലോ പരിപ്പാടയിലോ ഒന്നും ഈ പുളി പിടിക്കത്തേ ഇല്ല. ഈ എണ്ണ താന്ന് ഒരു ഒറ്റ ട്രിപ്പൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേന് എണ്ണയുടെ മറ്റേ പതയങ്ങ് നിൽക്കും. അന്നേരം ഈ പുളി എടുത്തങ്ങ് കഴിഞ്ഞാൽ നല്ല സാധനമായിരുന്നു. എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ. അതാ ഞാൻ പറഞ്ഞേ എപ്പോഴും പരിപാടി ഉണ്ടെന്ന്. ഒരുപാട് ഈ ചായക്കടയൊക്കെ ആകുമ്പോൾ ഒരുപാട് പരിപാടിയുണ്ട്. അതുപോലെ ഈ ചായക്കട പോലെ ഒരു പന്നപ്പണി വേറെ ഒരിടത്തും ഇല്ല. ചായക്കടപ്പണിയും ഇത് കള്ളല്ല, മറ്റേ ഇത് കറവപ്പശു. അന്ന് ഞങ്ങൾക്ക് കറവപ്പശു ഉണ്ട്. ഞാനാ കറക്കുന്നത് ഞാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വെളുപ്പിനെ എഴുന്നേറ്റ് പശുവിനെ കറന്ന് നമ്മൾ പാൽ കൊണ്ടാണ് മിക്കപ്പോഴും ചായ അടിക്കുന്നത്. അന്ന് ബിയർ കുപ്പിക്കകത്താണ് നമ്മൾ പാല് കൊടുക്കുന്നത്. ഒരു കുപ്പി പാലെന്ന് പറഞ്ഞാൽ ബിയർ കുപ്പിക്കകത്താണ്. അന്ന് ഈ പറയുന്ന വിലയൊന്നുമില്ല, 3 രൂപ പൈസ അങ്ങനെയൊക്കെ ഉള്ളൂ. അത്രയൊക്കെയൊന്നും അറിയത്തില്ല. നമ്മുടെ ആവശ്യത്തിന് പാലെടുക്കും. പാലെടുത്തിട്ട് നമ്മുടെ അമ്മ അന്ന് മിച്ചം വരുന്ന പാല് കാച്ചി തൈരാക്കി അത് നെയ്യാക്കി അങ്ങനെയൊക്കെ ഒരുപാട് പരിപാടി ചെയ്യുമായിരുന്നു. ആ സമയത്തൊക്കെ നമ്മൾ പശുവിനെ കറക്കാൻ പോകും. അപ്പോൾ ഞങ്ങൾക്ക് കറമ്പി പശുവുണ്ട്, നല്ല വാലർക്കുള്ളൊരു പശു, നല്ല പശുവായിരുന്നു. ഈ പശു ഒരു ശല്യമില്ലാത്ത പശുവാണ്. ഞാനിങ്ങനെ 2 മുട്ടിൻ്റെ ഇടയിലോട്ട് കലം വെക്കും. ഇങ്ങനെ 2 കൈക്കാണ് പിടിക്കുന്നത്. കലം നിറഞ്ഞ് പശു ഒരൊറ്റ തൊഴി നൊഴിച്ചു. പശു കാലിനൊരൊറ്റ തൊഴി നൊഴിച്ച് പാല് അഭിഷേകം ചെയ്ത പോലെ എൻ്റെ മുഖത്തോട്ടം വീണ് ഞാനിങ്ങനെ മറിഞ്ഞ് കിടക്കുക ചാണകത്തിലേക്ക്. എനിക്ക് കലിയങ്ങ് വന്നു. ഞാനവിടെ മുട്ടിപ്പത്തുണ്ട്, വീട്ടിൽ തട്ടി എൻ്റെ കണ്ണ നോക്കി 2-3 അടിയെ കൊടുത്തു. അടി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് സങ്കടമായിപ്പോയി. അടി കൊടുത്തു കഴിഞ്ഞപ്പം ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. പിന്നെ ഞാൻ അതിനെ എന്നെ ചെയ്യാനാ, അടിച്ചു പോയില്ലേ. നേരത്തെ എൻ്റെ ദേഷ്യവും ഞാൻ വീണ വേദനയും എൻ്റെ ദേഹത്ത് പാലഭിഷേകം ചെയ്ത് എല്ലാം കൂടെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് വേദനയായിപ്പോയി. പിന്നെ മിണ്ടാപ്രാണിയല്ലേ, എന്നെ പറഞ്ഞിട്ട് മനസ്സിലായത് എന്തോ അതിന് ഈച്ച കുത്തുവോ എന്തോ എന്താ ചെയ്ത എല്ലാം ചെയ്യത്തില്ല. അതുപോലെ തന്നെ വാല് പോലും അടിക്കില്ല. കറക്കുന്ന സമയത്ത് വാല് ഇങ്ങനെ ഈച്ച അടിക്കുമ്പോൾ നമ്മുടെ മുഖത്തെ കൂടത്തില്ലേ, വാല് പോലും അനങ്ങാൻ നിൽക്കത്തുള്ളൂ. ഏത് കൊച്ചു പിള്ളേർക്കും വരുമ്പോഴും ഉണ്ട് പശു, കൊച്ചു പിള്ളേർക്കും കഴക്ക. അത് ഒരു ദിവസം നമ്മുടെ ഒരു കൂട്ടുകാരൻ ആ പശുവിനെ കൊടുക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പശുവിനെ കൊടുക്കാനായിട്ട് ഇപ്പം നമുക്ക് അതുകൊണ്ട് അത്യാവശ്യമൊന്നുമില്ല. ഈ ആശാൻ തന്നെ ഈ പശുവിനെ അഴിച്ചുകൊണ്ട് പോയി കൊടുത്തു. പശു അതിർത്തി കഴിഞ്ഞ് പോയില്ല, അവിടെ കിടന്നു. പിറ്റേ ദിവസം രാവിലെ എന്നോട് പറഞ്ഞു, എടാ നിൻ്റെ ഒരു പശു ഇവിടെ ഇന്ന സ്ഥലത്ത് കിടക്കണം. ഞാൻ ചെന്ന് നോക്കുമ്പോൾ കയറലുണ്ട്. അപ്പം ഞാൻ ഇന്നൊരു ഇത് അന്വേഷിച്ച് ചെന്നപ്പോൾ ഒരു കിടക്കത്തുള്ളൂ. ചുമ്മാ ഞാൻ ആദ്യമായിട്ട് പശുവിനെ കറക്കുന്ന അവളെയാ കേട്ടോ. നല്ല ചൂടുവെള്ളം എടുത്ത് നല്ല അവിടെയൊക്കെ കഴുകി നെയ്യും തേച്ച് നിന്ന് തരും. അതുപോലെ നമ്മള് കാടിയും വെള്ളവും അതുപോലെ കൊടുക്കും. അതുപോലെ വെള്ളവും കാടിയും കഞ്ഞിയും എല്ലാം കൊടുക്കും. പിണ്ണാക്ക് ഇപ്പോഴും പശുവൊന്നുമില്ല. അന്ന് ചാണകത്തിൻ്റെ പരിപാടിയും ചാണകം വാരണം ഇതൊക്കെ അന്ന് നമുക്ക് നടപ്പൊന്നുമില്ല. കൈക്കിങ്ങനെ വാരി കളയത്തുള്ളൂ. അതായത് ചാണകത്തിനകത്താണ് അർപ്പവും മൂത്രത്തിന് അർപ്പമൊന്നുമില്ല. അന്ന് നാട്ടും കൂടെ ആണെങ്കിലും നമുക്ക് വലിയ ഈ മുസൈക്കിട്ട പോലെ ഒന്നുമില്ല. ഒരു പരിക്കലിട്ട് വെച്ചാൽ പശുവിന് വാദം ഉണ്ടാകും. കണ്ടപാലം സിമെൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ പശുവിന് വാദം ഉണ്ടാകുന്നുണ്ട്. അന്ന് റബ്ബർ ഷീറ്റൊന്നും ഇല്ലല്ലോ. ഇന്നിപ്പോഴാണ് റബ്ബറിൻ്റെ ഇതൊക്കെ ഉണ്ട്. അന്ന് ഇതൊന്നുമില്ല. അങ്ങനെയുള്ള ജീവിതമൊക്കെ ആയിരുന്നു നമ്മുടെ ജീവിതം. അതൊക്കെയാണ് ഏറ്റവും രസകരമായ ജീവിതം ഞാൻ നോക്കിയിട്ട് അല്ലേ. പിന്നെ വേറൊരു കാര്യമുണ്ട്, അച്ഛനമ്മമാരെ പേടിയുണ്ടായിരുന്നു. പേടി
അച്ഛനമ്മമാർ പറയുന്നതിനപ്പുറം പിള്ളേരില്ല. ഇന്ന് എങ്ങനെയാണോ ഇന്ന് കണ്ടില്ലേ, കഴിഞ്ഞ ദിവസം കണ്ടോ പോയ പിള്ളേരുടെ പരിപാടി. ടെൻ്റ് അടിച്ച് പോയി താമസിക്കാം. താമരശ്ശേരിക്ക് അപ്പുറത്ത് പോയി +2 വിദ്യാർത്ഥി 2 പേരും മറ്റേ SLC പഠിക്കുന്നവരും കൂടെ പോയി. അതിൻ്റെ 80,000 രൂപയുടെ 8,000 രൂപയുടെ മൊബൈൽ അങ്ങോട്ട് പണയം വെച്ചോ വിൽക്കുവോ അങ്ങോട്ട് ചെയ്തിട്ട് ടെൻറ്റിനുള്ള സാധനവും മേടിച്ചിട്ട് പോയി. അന്ന് അവരുടെ ഈ സ്കൂൾ യൂണിഫോം പുറത്ത് കടന്ന് കണ്ടുകൊണ്ടാണ് റബ്ബർ കൂട്ടുകാരൻ കണ്ടേ. അങ്ങനെയൊക്കെ അല്ല, ഇതൊക്കെ ചത്തുപോയ ആരും ചെയ്യാൻ. അതുകൊണ്ട് പിള്ളേർ അന്നത്തെ നമ്മുടെ ഒരു കെട്ടുറപ്പ്, മാതാപിതാക്കളുടെ കസ്റ്റഡിയിലെ ഒരു കെട്ടുറപ്പ് ഇന്നില്ല. കാരണം വെച്ചാൽ അധ്യാപകരൊക്കെ പോലും അടിക്കാൻ പറ്റില്ല, പിള്ളേരെ ശിക്ഷിക്കാൻ പറ്റില്ല, മാതാപിതാക്കൾ പിള്ളേരെ ശിക്ഷിക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ വന്നുകൊണ്ടാണ് ഈ പിള്ളേർ ഇത്രയും പിഴച്ചു പോകാനും കാരണം. പിന്നെ ഈ മദ്യത്തിനും മയക്കുമരുന്നിനും, മദ്യം കഴിച്ചാൽ പോട്ടെ, അവന് 2 മണിക്കൂർ കഴിയുമ്പോൾ അവൻ്റെ ബോധമാകും. ഇതങ്ങനെയല്ലല്ലോ, 24 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സാധനമാണ് ഇവനെ അടിക്കുന്നത്. എന്നാ ചെയ്യാൻ പറ്റും? ഒരു പ്രാവശ്യം ഒന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവന് ഇതില്ലാതെ ജീവിക്കാൻ പറ്റില്ലാത്ത കണ്ടീഷനായി ഇവന്. അങ്ങനെയൊക്കെയാണ് നമ്മുടെ പിള്ളേർ നശിച്ചു പോകുന്നത്. അപ്പം അപ്പനമ്മമാർ പറയുന്നതാണെങ്കിലും നമുക്ക് കേൾക്കാനായിട്ട് 100ക്ക് ഒരു 98% ആൾക്കാരും പിള്ളേരും കാണത്തില്ല. പേടി. എൻ്റെ അച്ഛനെയൊക്കെ എൻ്റെ പൊട്ടാളച്ചിട്ട, എൻ്റെ മുന്നച്ചോ പൊട്ടാളച്ചിട്ടയായിരുന്നു അച്ഛനും. ഞാനും എൻ്റെ അനിയൻ അട്ടീന്ന് പറഞ്ഞ അന്ന് ഈ ശബരിമലയിൽ നിന്ന് പോയപ്പോൾ ഒരു ചൂരിൽ കൊണ്ടുവന്നു, ഭയങ്കര ചൂരിൽ കാട്ടിൽ നിന്ന് വെട്ടിയതാണ്, ശബരിമല കാട്ടിൽ നിന്ന്. ഞാനും ഉണ്ടായിരുന്നു, എനിക്ക് 5 പൈസ കണ്ടുള്ളൂ, ഞാനും ഉണ്ടായിരുന്നു. ആ ചൂരിൽ വെച്ച് പെരുക്കും, അട്ടീന്ന് പറഞ്ഞ അട്ടിയാണ്. പിന്നെ കുറേ കഴിയുമ്പോഴത്തേക്കും നമ്മൾ വേദനയൊക്കെ പോയി കഴിയുമ്പോൾ പിന്നെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മളങ്ങനെ അച്ഛനെ പേടിയാവും. അച്ഛൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് ഇന്നപോലെ ചെയ്യണം എന്ന് പറഞ്ഞ് ഒരു ദിവസം 6 പ്രാവശ്യം 7 പ്രാവശ്യം ഞാൻ പുറകെ നടന്നു പോരും നമ്മുടെ ഒറ്റമരത്തിൽ നിന്ന്. അന്ന് പിന്നെ ആദ്യമേ വരും പഞ്ചസാര മേടിക്കാൻ പോകും. പഞ്ചസാരയായിട്ട് തിരിച്ചു വരുമ്പോഴാണ് പറയുന്നത് പിന്നെ ശർക്കരയില്ല, 3.5 കിലോമീറ്റർ ശർക്കരയില്ല. ശർക്കരയും കൂടി തിരിച്ചു വരുമ്പോൾ പറയും ചുക്കായില്ല, വീട് തീർക്കണം, ചുക്കായില്ലെന്ന് പറയും. എന്നാൽ ഇതെല്ലാം കൂടെ ഒന്നിച്ച് പറയുമോ? അത് പറയുന്നു. ചുക്കാ മേടിക്കണം, ചപ്പാത്തി പോകണം. എൻ്റെ പോന്നെ അന്നത്തെയൊക്കെ നടപ്പെന്ന് പറഞ്ഞാൽ അന്ന് വല്ല ഡ്രസ്സോ കാര്യങ്ങളോ വല്ല ഉണ്ടോ? ഒരു ഡ്രസ്സോ അല്ല 2 ഡ്രസ്സ്, ഒരു വള്ളിനിക്കറ ഇങ്ങനെ ഈ പുറവശം ഇങ്ങനെ ഗുണനം പോലെ ഇരിക്കും. അതിപ്പോൾ ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ, ഇപ്പം ഇല്ല. ഇങ്ങനെ ഇവിടെ ഫ്രണ്ടി വള്ളിയും പുറകിൽ ഇങ്ങനെ ഒരു ഗുണനം പോലെ. വെച്ചാൽ ഈ ബെൽറ്റ് ഇല്ലല്ലോ, ബെൽറ്റ് ഇല്ലാത്തതുകൊണ്ട് അതിങ്ങനെ തൂങ്ങിക്കിടന്നോളൂ. അങ്ങനത്തെ വള്ളിനിക്കറായിരുന്നു ഞങ്ങൾക്കൊക്കെ. അങ്ങനെ തുണിക്കുകയാണെങ്കിലും ശരി ഒരുപാട് ബുദ്ധിമുട്ട്. അന്നൊക്കെ അടിയന്തരാവസ്ഥ കാലത്തൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പട്ടിണി എന്ന് വെച്ചാൽ അന്ന് വലിയ പാടായിരുന്നു. അന്ന് എൻ്റെ അമ്മയൊക്കെ 15-20 കിലോമീറ്റർ നടന്നു പോയാൽ കപ്പ കൊണ്ടുവരുന്നത്. ഈ കപ്പയൊക്കെ കൊണ്ടുവരാന്ന് വെച്ചാൽ അന്ന് കണ്ണമ്പടി മുത്തപ്പടി കഴുകാനും അങ്ങ് ആ ഭാഗത്തോടെ നടന്നു പോകണം. ഇവിടുന്ന് രാവിലെ ഒരു 3-3:30 മണിക്ക് പോവും. പോവും. അന്ന് 10 കിലോ കപ്പ മേടിക്കുമ്പം അവർ ഈ പൊടിക്കപ്പ എല്ലാം കൂടി ചേർത്ത് ഒരു 15-18 കിലോ കിട്ടും. ഇത് അവിടുന്ന് ചുമ്മി കൊണ്ടുവന്ന് 10-15 സ്ഥലത്ത് താത്തി ഇവിടെ വരുമ്പം വൈകുന്നേരം 3 മണിയാവും ഞങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ. അന്നേരത്തേക്ക് ഞങ്ങൾ മക്കളെല്ലാം റെഡിയായിട്ട് 4 പേരും റെഡിയായിട്ട് നിൽക്കുക. ഒരാൾ കലം കഴുകി വെച്ചേക്കുന്നു, വലിയ കലം കഴുകി വെച്ചേക്കുന്നു, അടുത്ത അവിടെ തീ വെച്ചേക്കുന്നു, മറ്റേ എടുക്കുന്നു, മറിച്ച് എടുക്കുന്നു. ഉടനെ പിന്നെ കപ്പ പുഴുങ്ങാൻ നേരത്താണ് ഒരു സംഭവം, വെളിച്ചെണ്ണയില്ല, മുളക് കൂട്ടിക്കണമെങ്കിൽ വെളിച്ചെണ്ണയില്ല. അപ്പം ഞങ്ങൾ പിള്ളേരില്ല, ഞങ്ങൾ ഈ വട്ടുകളിയുടെ പ്രേമമാണ് ഭയങ്കര. വട്ടുകളി അങ്ങനെ കളി ഭയങ്കരമാണ്. അപ്പം നമ്മുടെ മുറ്റത്ത് നല്ല സ്ഥലമാണ്. അപ്പോൾ ഈ എസ്റ്റേറ്റിൻ്റെ മുറ്റമായതുകൊണ്ട് 36 മുറിയാണ് 2 സൈഡിലായിട്ട് ഇങ്ങനെ. അപ്പം നടുക്ക് നല്ലൊരു ഗ്രൗണ്ടുണ്ട്. ആ ഗ്രൗണ്ടിലാണ് അപ്പം പശുക്കളും വന്ന് പട്ടിയും വന്ന് എല്ലാം കിടക്കുന്നത് അവിടെയാണ്. അത് എല്ലാവരും അവരവരുടെ മുറ്റൻ്റെ അവർ നോക്കും. എങ്കിലും ഈ മൂത്രമൊന്നും അവിടെ മണ്ണിനടി കിടക്കുമല്ലേ. അപ്പോൾ ഈ വട്ട് കളിക്കുമ്പോൾ ഇങ്ങനെ ഈ മണ്ണ് ഇങ്ങനെ തേക്കുമ്പം ഈ മൂത്രത്തിൻ്റെ മണമായിരിക്കും കയ്യെല്ലാം. അപ്പോൾ എന്നോട് പറഞ്ഞാൽ എണ്ണയില്ല, പുതുക്കടയിൽ പോയി എണ്ണ മേടിച്ചു. അന്ന് 50 വെളിച്ചെണ്ണയെ മേടിക്കുന്നുള്ളൂ. ഞാൻ പെട്ടെന്ന് വെളിച്ചെണ്ണ മേടിക്കാനായിട്ട് ഒരു കുപ്പി എടുത്തുകൊണ്ട് ഒറ്റ വിടിയിൽ വിട്ടു. ഓട്ടമല്ലേ, ഒരു നിക്കറയുടെ കയ്യും പിടിക്കും, ഒരൊറ്റ ഓട്ടമാണ്. ഓടിപ്പോയി വെളിച്ചെണ്ണ മേടിച്ചുകൊണ്ട് തിരിച്ച് വന്ന് മുളക് അന്നേരത്തേക്ക് പൊട്ടിച്ച് റെഡിയാക്കി കപ്പയും പുഴുങ്ങി എല്ലാം വെച്ചു. മുളക് പൊട്ടിച്ച് മുളകിനകത്ത് എണ്ണ ഒഴിച്ചപ്പോൾ കൊണ്ടുപോയത് മണ്ണെണ്ണ കുപ്പിയാണ്. വെളിച്ചെണ്ണയ്ക്കകത്ത് കൊണ്ടുപോയത്. വെളിച്ചെണ്ണ മേടിക്കാൻ കൊണ്ടുപോയ കുപ്പി മണ്ണെണ്ണ കുപ്പിയായിപ്പോയി. എന്നാ ചെയ്യാൻ പറ്റും? 50 വെളിച്ചെണ്ണയേ ഉള്ളൂ. ഇന്നാണെങ്കിൽ പോട്ടെ, വേറെ വെളിച്ചെണ്ണ മേടിക്കാം, എന്തെങ്കിലും മേടിക്കാം. അന്ന് നിവർത്തിയില്ല. 50 വെളിച്ചെണ്ണ മുളകും പൊട്ടിച്ച് കപ്പയും പുഴുങ്ങി. എൻ്റെ ദൈവമേ, അന്നത്തെ അടിയിലെ പൊട്ടൽ എനിക്ക് ഇന്നും എൻ്റെ കുട്ടികളും അന്നത്തെ അടിയിലെ പൊട്ടൽ. അങ്ങനെയാണ് ഞങ്ങളുടെ അച്ഛൻ. അന്ന് അച്ഛൻ ഞങ്ങളെ മക്കളെന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമായിരുന്നു കേട്ടോ. ജീവനാണ് താനും, ശാസിക്കുകയും ചെയ്യും, ശിക്ഷിക്കുകയും ചെയ്യും.
സ്നേഹിക്കുകയും ചെയ്യും. ആ അച്ഛൻ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ സോപ്പ് കച്ചവടം മറ്റേ കച്ചവടമായിട്ട് ഇങ്ങനെ കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, നീലേശ്വരം, നിലമ്പൂർ അങ്ങനെ സ്ഥലങ്ങളിൽ കറങ്ങും. ചിലപ്പം ഒരു മാസം കഴിഞ്ഞൊക്കെ ആയിരിക്കും വരുന്നത്. വരുമ്പോൾ നമുക്ക് അന്ന് ഈന്തപ്പഴമൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റുള്ള ഈന്തപ്പഴം. ഇന്നത്തെ ഈന്തപ്പഴം ഒന്നും അത്രയില്ല. അന്ന് കോഴിക്കോട് നിന്ന് വരുമ്പോൾ ഈന്തപ്പഴം അലുവ എല്ലാം മേടിച്ചുകൊണ്ട് വരുന്നു. അങ്ങനെയൊക്കെ അതുപോലെ നമുക്ക് വരുന്നു. അപ്പം നമ്മുടെ കഥയൊക്കെ ഇത്രയേ ഉള്ളൂ. അടുത്ത ഇനിയിപ്പോൾ പറഞ്ഞു അല്ല ഇനി പറഞ്ഞു അടുത്ത പറഞ്ഞിരുന്നത് എൻ്റെ മീൻ കരിയും. അതാ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നതിൻ്റെ കാരണം മീൻ റെഡിയായി പൊള്ളി. ഉത്തരവാദിത്തം കൂടി പോയി എന്താ ചെയ്യാ. പിന്നെ റൈസ് കുക്കറെ ചോറിരിപ്പുണ്ട്, അതെടുത്ത് ഊറ്റണം. കുറച്ച് പരിപാടികളോട് ഇനി ചേട്ടാക്ക് ബാലൻസ് ഉണ്ട്. ബാലൻസ് പരിപാടി. അപ്പൊ ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ ചേട്ടയുടെ കഥ ഇഷ്ടമുള്ളവര് കമന്റ് ചെയ്തേക്കുക. ഇനിയും വരും. അച്ഛന്റെ അഡ്രാന്റെ ഒരു കാലില്ലാത്ത ഒരു കഥയുണ്ട്. അയ്യോ അതെല്ലാത്തിനും ചെയ്തതാന്നൊക്കെ അറിയാവോ. അതേപോലെ പട്ടുകളി മൊത്തം ചെയ്ത. അപ്പൊ അതൊക്കെ ഇനി ഇടയ്ക്കുള്ള ദിവസങ്ങളിൽ ചേട്ടായി ഇങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാവരും പറയാറുണ്ട് ചേട്ടായും ചേർത്തോണ്ട് രണ്ടുപേരുടെ വീഡിയോ എടുക്കുക, അതുപോലെ ഷോർട്ട് രണ്ടുപേരോട് ചേർന്ന് എടുക്കുന്നൊക്കെ പറയാറുണ്ട്. നമുക്ക് സമയമില്ല. കാരണം ഞാൻ പറഞ്ഞില്ല ഇന്ന് ഇപ്പം പണിയെല്ലാം കഴിഞ്ഞ് ചോറിട്ടിട്ട് നീ ഇപ്പം പോകണം കടയിൽ പോകണം. നമുക്ക് കടയിൽ ശമ്പളവും കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കുന്നത്. പോകണം. പോയി ഇന്നത്തെ ശമ്പളവും ഞാൻ മേടിക്കത്തില്ല. എല്ലാം തന്നെ പോയി എല്ലാം തരും. എന്നാലും ഞാൻ മേടിക്കില്ല. അവനതിപ്പോൾ നമ്മൾ നോക്കുക. അതുകൊണ്ട് വേണ്ട പറയും. അങ്ങനെയാണ് നമ്മുടെ ജീവിതം. അപ്പം വീണ്ടും നമ്മളൊരു കഥയും കൂടെ ആയിട്ട് വരാം. ഇപ്പം എന്തെങ്കിലുമൊക്കെ കഥ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതിയേ. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷം അതാ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂട്ടത്തിൽ അവൻ ഇടിച്ചു കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ചെയ്തവരെല്ലാവർക്കും ടാറ്റാ.